أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 23 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ്. അതിലവസാനമായി നരകത്തിൻ്റെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ശിക്ഷകളും, അതേപോലെ സ്വർഗത്തിലെ ആളുകൾ അനുഭവിക്കുന്ന നന്മകളും, അതേപോലെ തന്നെ സുഖ സൗകര്യങ്ങളും, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി ഈ സ്വർഗം ലഭിച്ച ആളുകൾ, അവർക്ക് ഈ സ്വർഗം ലഭിക്കാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ഈ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് അവർ എത്തിയത്? ഇതാണ് അടുത്ത ആയത്തുകളിൽ. അതുപോലെ തന്നെ ആ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ് വരുന്ന ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഹുദൂ ഇലൽ ത്വയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد. والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد.
ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഹുദൂ, അവിടെ മദ് മുൻഫസിലാണ്. 4 or 5 അക്ഷരങ്ങൾ എന്ത് ചെയ്യാം, നീട്ടാം. വഹുദൂ ഇല ത്വയ്യിബ്, വഹുദൂ ഇല ത്വയ്യിബ് എന്നല്ല, കുറച്ച് നീട്ടിയിട്ട് ഓതണം. വഹുദൂ ഇല ത്വയ്യിബി, ത്വയ്യിബ് അല്ല, തയ്യിബ് അല്ല, ത്വയ്യിബാണ്. വഹുദൂ ഇല ത്വയ്യിബി, വഹുദൂ ഇല ത്വയ്യിബി. ചില ആളുകൾ, അധികം ആളുകൾ ഓതുമ്പോൾ സൗണ്ട്, അധികം ആൾ ഓതുമ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്താ വെച്ചാൽ ഹംസയെ പലപ്പോഴും വെളിവാക്കൂല. സിഗിബ സൗണ്ട് കൂക്കുണ്ട്. സിഗിബേ ആ സൗണ്ട് ഒന്ന് കൂക്കണം. അപ്പൊ അതായത് ഹംസയെ പല ആളുകളും എന്ത് ചെയ്യാറില്ല, വെളിവാക്കാറില്ല. ഹംസ ശരിക്ക് വെളിവാക്കി വെച്ചിരിക്കണം. വഹുദൂ ഇല ത്വയ്യിബി എന്നല്ല, വഹുദൂ ഇല ത്വയ്യിബി എന്നല്ല, വഹുദൂ ഇല ത്വയ്യിബി, ഇല ത്വയ്യിബ്. അവിടെ ഹംസ വെളിവാക്കി തന്നെ എന്ത് ചെയ്യണം, എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല, ഹംസ ഇല എന്ന് തന്നെ പറയണം. ഇ അല്ലെങ്കിൽ ആ, ഇല. വഹുദൂ ഇല ത്വയ്യിബി എന്ന് ഓതാൻ പാടില്ല. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ, നിർത്തുക, മിനൽ ഖൗൽ അല്ലെങ്കിൽ മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൻ ഇലാ വഹുദൂ ഇല, ഇല എന്നുള്ള ഹംസ ശരിക്ക് വെളിവാക്കണം. ഇലാ സിറാത്തിൽ ഹമീദ്, നിർത്തുമ്പം ഹമീദ്. സിറാത്താണ്, സിറാത്ത് അല്ല, സിറാത്ത് സ്വാദാണ്. സീന് വേറുണ്ട്, സ്വാദ് വേറുണ്ട്. ഇത് സിറാത്താണ്, സിറാത്തിൽ ഹമീദ്. സിറാത്തിൽ ഹമീദ് എന്നല്ല. ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. ഇതിന് സിറാത്തുൽ മുസ്തഖീം തെറ്റാണ്, മനസ്സിലായത്? സിറാത്ത് സ്വാദ് റ ത. നമ്മൾ ഓതുമ്പോൾ എന്താ വെച്ചാൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. എത്രയാണ്? ഒരു അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 കൂലി ഉണ്ടാവും. അപ്പം ആ ഹർഫിന് ഒരു 10 കൂലി കിട്ടണമെങ്കിൽ എന്താകണം? അത് ആ ഹർഫാകണം, അപ്പോഴേ കിട്ടുള്ളൂ. ഇപ്പം ഹംസായിട്ട് ഉച്ചരിക്കണം, സ്വാദായിട്ട് ഉച്ചരിക്കണം. റ ത, സിറാത്തിൽ ഹമീദ്, ഹമീദ് നിർത്തുമ്പം ഹമീദ് എന്ന് പറഞ്ഞ് നിർത്തണം. ഹുറൂഫുൽ ഖൽഖലയാണ്, ഖുതുബുജ്ജത്തിൽപ്പെട്ടതാണ് ദാല്. അതുകൊണ്ട് വഖഫിൽ എന്ത് ചെയ്യണം? സുക്കൂന് വന്നാൽ ഇളഹാർ ചിഹ്നല്ല, പിന്നെ എന്താ പറയുക, ഗാംഭീര്യത്തോട് നിർത്തണം. അൽ ഹമീദ്, അതാണ് പിന്നെ ഖൽഖല കുബ്ര എന്നാലും പറയാം. ഇനി നോക്കിക്കോ, ഇന്നല്ലദീന കഫറു, ഇന്നല്ല, അവിടെ ഇന്ന നോക്കുക. ഇന്നല്ലദീന കഫറു, കഫറു, കാഫാണ്, കഫറു എന്നാണോ? ഇന്നല്ലദീന കഫറു. ചില ആൾക്കാർ ഖഫറു എന്നിൽ ഖഫറു എന്നൊക്കെ ഓതുണ്ട്, അതല്ല. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവിടെ നൂനെ മണിച്ചിട്ടാണ് അതുണ്ട്. ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, ഇദ്ഗാം പാടില്ല, ഔന്നത്ത് മാത്രമേ ഉള്ളൂ. വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം. അവിടെ മസ്ജിദുൽ ഹറാം അവിടെ നിർത്തുന്നുണ്ടെങ്കിലാണ് മസ്ജിദുൽ ഹറാം എന്ന് നിർത്തുന്നുണ്ട്. ഇനി നിർത്താതെ ഓതാണെങ്കിലോ, വൽ മസ്ജിദിൽ ഹറാമില്ലദി, അവിടെ 2 അക്ഷരം നീട്ടാൻ പാടും, 2 ഹർക്കത്തിൽ നീട്ടാൻ പാടും. വൽ മസ്ജിദിൽ ഹറാമില്ലദി
ജഅൽനാഹു ലിന്നാസി, ലിന്നാസ് അവിടെ നൂനെ മണിക്കണം, ശബ്ദുണ്ട്. ലിന്നാസി സവാഅൻ അവിടെ മദ് മുത്തസിലാണ് എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരത്തിൽ തന്നെയുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിട്ടു. സവാഅനിൽ ആകിഫു അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റാൻ പാടില്ല. ലിന്നാസി സവാഅൻ അൽ ആകിഫ് എന്നാണ്. അപ്പം അങ്ങനെ കൂട്ടി വെക്കുക. സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്, സവാഅനിൽ ആകിഫ് എന്നാണ് വരേണ്ടത്. സവാഅനിൽ ആകിഫ് അവിടെ ആകിഫത്ത് നിന്നിട്ടുണ്ട്, 2 അക്ഷരം മതി. ഫീഹി വൽ ബാദ് നേരത്തെ ഹമീദ് പറഞ്ഞ പോലെ തന്നെയാണ് വൽ ബാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വമയ്യുരിദ്, ഇവിടെ നിന്നാണ് ശ്രദ്ധിക്കുക. വമൻ അവിടെ നൂനെ ഇഖ്ഫാ ചെയ്യണം, വെളിവാക്കാനും പാടില്ല, മണിക്കാനും പാടില്ല. അപ്പൊ വമയ്യുരിദ്, വമയ്യുരിദ് റാക്ക് യുരിദ് റാക്ക് കെസ്ർ വന്ന് തർക്കീഖ യുരിദ്, യുരിദ് ദാൽ സുക്കൂനാണ്, ഹറൂഫുൽ ഖൽഖലാണ്. അപ്പോൾ വമയ്യുരിദ് യുരിദ് ഫീഹി ബിഇൽഹാദിൻ അവിടെ ഉണ്ടോ ഹംസൻ എന്ത് ചെയ്യണം? ബിൽഹാദി നോക്കാൻ പാടില്ല, ബിൽഹാദ് എന്നല്ല, ബി ഇൽഹാദ്. ഹംസയെ ശരിക്കും ചിരിക്കണം. വമയ്യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖു അവിടെ ബിഇൽഹാദിൻ ബിദുൽമിൻ അവിടെ തൻവീനിന്റെ ആ തൻവീന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ തൻവീൻ എന്ത് ചെയ്യണം? മീമാക്കി മറിക്കണം. അപ്പൊ ബിഇൽഹാദിൻ ബിദുൽമിൻ അല്ല, anodan പാടില്ല. ബിൽഹാദിം ബിദുൽം, ഇൽഹാദിം എന്നാണ് അവിടെ മീമാണ്, നൂനല്ല. ബിൽഹാദിൻ എന്നല്ല, തൻവീനല്ല. ബിൽഹാദിം ബിദുൽമിൻ അവിടെ 2 നിയമമുണ്ട്. നോക്കിക്കോ, മീമ് അതിൻ്റെ വന്നിട്ടുള്ള നൂനിൻ്റെ മുമ്പിലാണ്. മീമിൻ്റെ പിന്നെ ശേഷം നൂനാണ്. അപ്പോൾ നൂന് വന്നു കഴിഞ്ഞാൽ ഇതിനതിലേക്ക് ഇദ്ഗാം ചെയ്ത് കൊന്നത്തെയോ മണിച്ചു തിരിക്കണം. അപ്പോൾ അവിടെ ഖാഫ് ഹറൂഫുൽ ഖൽഖലാണ്, പൂർണ്ണമായും ഇദ്ഹാർ ചെയ്ത് നല്ല കനത്തിൽ ഉച്ചരിക്കാൻ തരാം. ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم അവിടെ അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അപ്പം നമ്മൾ ഓതുമ്പോൾ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ. ഇത് തൊട്ടുമുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ അവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വലിയ സ്വർണത്തിൻ്റെ വളകൾ ധരിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങൾ അവർക്കുണ്ട്, മുത്തുകളും പവ്യങ്ങളും ഒക്കെ അവർക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് അവർക്ക് സ്വർഗം കിട്ടാൻ കാരണം എന്താണ്? വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ. വഹുദു എന്ന് പറഞ്ഞാൽ അവർ ഹിദായത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു, അവർ ഹിദായത്തിലേക്ക് നയിക്കപ്പെട്ടവരാണ്. എങ്ങനെ? വഹുദു ഇല ത്വയ്യിബ്, ത്വയ്യിബിലേക്ക്, വഹുദു ഇല ത്വയ്യിബി ഏറ്റവും നല്ല ഒന്നിലേക്ക് അവർക്ക് ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിൽ നിന്ന്? മിനൽ ഖൗൽ, വാക്കുകളിൽ നിന്ന് ഏറ്റവും നല്ല വാക്കുകളിലേക്ക് അവർ ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവനാണ് ആര്? കഫറ എന്ന് പറഞ്ഞാ നിഷേധിച്ചു എന്നർത്ഥം, അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്നാണ്. അപ്പൊ ഹക്ക് അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നവൻ കാഫിറാണ്. അതുകൊണ്ടാണ് കർഷകന്മാർക്ക് അറബി ഭാഷയിൽ കാഫിർ എന്ന് പറയും. വാജബൽ കുഫാറിനെ ഭാഗത്തും സുഹൃത്തും ഇതിൻ്റെ പിന്നെ വിശുദ്ധ ഖുർആൻ സഹാബത്തിനെ പറ്റി പറഞ്ഞപ്പോൾ കുഫാർ എന്ന് പറഞ്ഞാൽ അവിടെ സാധാ കാഫിയല്ല, കർഷകന്മാർ. കാരണം നമ്മൾ കർഷകന്മാരെന്താ വെച്ചാൽ വിത്ത് ഇപ്പോൾ പയറും മറ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? വിത്ത് മണ്ണിലിട്ടിട്ട് മൂടുമല്ലോ.
വിത്തറച്ച് പോരില്ലല്ലോ, അത് മൂടി വെക്കും. അപ്പോൾ വിത്ത് മൂടുന്നത് അത് കഫറെന്ന മറച്ചു വെക്കുക എന്നർത്ഥം. അപ്പോൾ വിത്തിന് മൂടുന്നവെന്ന അർത്ഥത്തിൽ കാഫിർ എന്ന് കർഷകന് പറയും ഭാഷയിൽ. പക്ഷേ മതത്തിൻ്റെ അർത്ഥത്തിൽ ഒരാൾ കാഫിർ എന്ന് പറഞ്ഞ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവൻ. അപ്പോൾ ഇന്നല്ലദീന കഫറു, കാഫിറാവുകയും സത്യനിഷേധം സ്വീകരിക്കുകയും വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ഇവർ സ്വന്തം നിഷേധം സ്വീകരിക്കുകയും മറ്റുള്ളവരെ ഈ മാർഗത്തിൽ തടയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ള ആളുകളെ തടയുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകൂല്ല എന്ന മുസ്ലിമാകാൻ അയക്കൂല. അങ്ങനെ ഉണ്ട്. ഇത് മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിപ്പോൾ നമ്മളെ മത പരിവർത്തന നിരോധനം വരാൻ പോവാണ് അവിടെ ഇന്ത്യയിൽ. മതപരിവർത്തന നിരോധനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മതം മാറാൻ പറ്റില്ല, ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ വെച്ചാൽ ഒരാൾക്ക് മറ്റു മതങ്ങൾ മോശമാണ് എന്ന് തോന്നിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, അതാണ് ഇതിപ്പോൾ കൊണ്ടുവരണം. ആരെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭൂരിപക്ഷമുള്ള ആൾക്കാർ ഓരോ മതത്തുകാരും പോലില്ല, ഇങ്ങോട്ട് പോലില്ല. അത് അവർക്ക് നിരോധിച്ചിട്ട് കാര്യമില്ല, അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. അതേ സമയത്ത് അതിൽ ഈ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകി എത്ര, ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ ഒരു നീരൊഴുക്കാണ്. അതിന് നമ്മളിവിടെ ചിറ കെട്ടി തടുത്ത് നിർത്താൻ ശ്രമിച്ചാൽ ചിറൺ പൊളിന്നല്ലാതെ ഇതെന്ത് ചെയ്യൂല. ഒരു മഴവെള്ളപ്പാച്ചിൽ ഇപ്പം നമ്മൾ സാധാരണ പറയുന്നുണ്ടോ, മഴവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുത്തിട്ട് കാര്യമില്ല. വെള്ളം കുത്തി ഒളിച്ചിട്ട് വരുമ്പോൾ അവൻ്റെ മറ്റേ ചെറിയൊരു പാള ഇതിങ്ങനെ പിടിച്ചിട്ട് നിന്നിട്ട് എന്താ കാര്യം, ഓൻ കൂടി ഒളിച്ചാണ് പോകുന്നല്ലാതെ. അപ്പം ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നിരിക്കുക. അതുകൊണ്ടാണ് ഈ സംഘികൾക്കും അതുപോലെ തന്നെ ഈ ക്രൈസ്തവ പാതിരിമാർക്കൊക്കെ ഒരു തട്ടം കാണുമ്പോഴത്തിന് പോലും പേടിയാണ്. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിങ്ങനെ കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിൻ്റെ തലയിൽ തട്ടം കണ്ടവർക്ക് പേടിയാണല്ലോ. അപ്പം ഈ കന്യാസ്ത്രീകളുടെ തട്ടം കണ്ടിട്ട് പേടില്ല. അപ്പം അതിലൊരു കന്യാസ്ത്രീ പറഞ്ഞ ന്യായം വെച്ചാൽ കന്യാസ്ത്രീകൾ വിശുദ്ധകളാണ്, അപ്പം അവർക്ക് എന്ത് ചെയ്യുക, തട്ടം ധരിക്കുക. അപ്പം നമ്മളെ പെണ്ണുങ്ങളൊക്കെ എന്താ അവിശുദ്ധകളാണ്. നമ്മൾ ഇസ്ലാമിൻ്റെ ക്രിസ്ത്യാനിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ വെച്ചാൽ കന്യാസ്ത്രീകൾ മാത്രമേ വിശുദ്ധന്മാരുള്ളൂ. നമ്മളെ കാഴ്ചപ്പാടിലോ എല്ലാ പെണ്ണുങ്ങളും വിശുദ്ധന്മാരാണ്. അപ്പം എന്ത് ചെയ്യണം, എല്ലാവരും തലമറക്കണം. ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് വിവാദമാണെന്നറിയോ, നമ്മൾ പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് തലറക്കില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്കൂൾക്കൊന്ന് ഒട്ടുപടക്കൊന്ന് മോങ്ങത്തങ്ങാടി നിന്ന് നോക്കിയാണ് രാവിലെ ബസ് സ്റ്റോപ്പൊക്കെ നോക്കിയുണ്ട്. ഒരു ഭാഗത്ത് തലമറക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ട് കേസും കൂട്ടവും സ്വന്തം പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടും അതിൽ ജിഹാദ് ചെയ്ത് നിൽക്കുക. മറ്റൊരു ഭാഗത്തോ ഒരു എതിർപ്പും ഇല്ലാതിരുന്നിട്ടും ഒരു പ്രയാസമില്ലായിട്ടും ഇത്ര തട്ടിടുക. അപ്പം നമ്മളെ കുട്ടികളൊക്കെ തട്ടപ്പെടുത്തിയല്ലോ അല്ലേ. സ്കൂളിൽ ഇപ്പോൾ പോകണ എല്ലാ കുട്ടികളും തട്ട ഇവിടെ ഇപ്പോൾ പോതിക്കുന്നേ തല്ലോ, പോതി കാഞ്ഞു പോയിക്കുന്നത്. തല മറക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തല ഇല്ലെങ്കിൽ ഇവിടുന്ന് കാഞ്ഞു പോയിന്നല്ല അർത്ഥം. തല പൗതി കാഞ്ഞു വയ്ക്കണം, പൗതി ഇനി ബാക്കിയുള്ളൂ. ഞാൻ കൂടി കുറച്ച് ഞാൻ എന്ത് ചെയ്യും, പോയിക്കോളും. ആലോചിച്ച് വെക്കണം. ഇതൊക്കെ പഠിച്ചവും വിടുമോ? ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഹിജാബ് ധരിക്കും. ഇപ്പോൾ ആ കമലാസുരയൊക്കെ നിങ്ങൾ എത്ര വലിയ സ്ഥാനത്തുന്ന ആളാണ്, സാഹിത്യകാരി. അവൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പൂർണ്ണ പുറത്തിലേക്ക് മാറിയില്ലേ. നമ്മൾ ഇസ്ലാമിൻ്റെ വാപ്പൻ്റെ ഉമ്മാൻ്റെയും തറവാടും 10 തറവാടും ഇസ്ലാമാണ് നമ്മളത്. അവിടെ നമുക്കൊരു തലയിൽ തട്ടിടാൻ നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും 100 വട്ടം ചിന്തിക്കണം. അത് അങ്ങോട്ട് ആക്കി ഇങ്ങോട്ടാക്കി കുറേ തലയും പുറത്താക്കി മറ്റേ പുറത്താക്കി. ഞാൻ പറഞ്ഞത് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുകയും അത് സ്വീകരിച്ചതിനനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യാനുള്ള ഭാഗ്യം. അതാണ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകൾ തടുക്കുക. അതിപ്പോൾ ഏത് ജാതിയാണെങ്കിലും അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീൻ തകരുകയില്ല. ഇനി മാത്രമല്ല, ഇത് മക്കത്തെ മുശ്രിക്കുകളെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത്. അതെല്ലാവർക്കും ബാധകമാണ്. ഒന്ന്, അവർ സത്യനിഷേധികളാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ തടക്കുന്നു. വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നും വിശ്വാസികൾ അവർ തടുക്കുന്നു. 2 സന്ദർഭങ്ങൾ അതുണ്ടായിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച കാലഘട്ടം. മക്കയിൽ ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം രഹസ്യപ്രബോധനം തുടങ്ങി. രഹസ്യപ്രബോധനം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മെല്ലെ ദാറുൽ അർഖമിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദഅവത്ത് തുടങ്ങിയത്. അവിടെ അങ്ങനെ മീറ്റിംഗ് കൂടും. കുറച്ചാൾ അബൂബക്കർ സിദ്ദീഖും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ, അലി റളിയല്ലാഹു അൻഹു അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വലിയ പ്രമുഖന്മാരൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ പോകുന്ന വെച്ചാൽ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ നബി
അഖബയ്ക്കൊക്കെ പോകും, അഥവാ പിന്നെ മിനയിലേക്ക് പോകും. അവിടെ ഹജ്ജിന് സന്ദർഭം എല്ലാ ആൾക്കാരും വരുമല്ലോ, മുശ്രിക്കീങ്ങൾക്കും ഹജ്ജുണ്ടായിരുന്നു. അപ്പോൾ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദഅവത്ത് നടത്തും, മെല്ലെ 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 ഇങ്ങനെ രഹസ്യമായിട്ട് നടത്തും. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് എന്തായി? ധൈര്യമായി. കാരണം ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ അവിടുത്തെ ഉമറാണ്. ആരടാ ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞ ആളാണ് ഉമർ. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രഹസ്യമായിട്ടൊക്കെ നിസ്കാരം നിർബന്ധമായിട്ടില്ല, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു, ഉള്ളിൽ നിസ്കരിക്കുക. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു എത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ തടുക്കും, നബി നിസ്കരിക്കാൻ അയക്കില്ല. നബി നിസ്കരിക്കുമ്പം ഈ ഒട്ടകത്തിന് മറ്റൊക്കെ ചീഞ്ഞളിഞ്ഞ കുടൽമാല സംഭവം നോക്കാറില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ അതൊക്കെ സംഭവത്തിൽപ്പെട്ടാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്നത് തടഞ്ഞിരുന്നു. രണ്ടാമത് തടഞ്ഞപ്പോഴാച്ചാൽ ഹുദൈബിയ സന്ധിയിൽ ഹിജർ 6-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജർ പോയി. പ്രവാചകൻ സ്വപ്നം കണ്ടു. പ്രവാചകനും സഹാബത്തും കൂടി മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉംറയ്ക്ക് പോവാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഈ ഉംറ ചെയ്യാൻ വേണ്ടി വരുന്ന വിവരം ആരറിഞ്ഞു? മക്കക്കാരറിഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞു. അവർ പറഞ്ഞു, നമുക്കൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല, അവിടെ തടഞ്ഞു. അങ്ങനെ മക്കയ്ക്ക് പുറത്തുള്ള ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ തടഞ്ഞു എന്ന് മാത്രമല്ല, പിന്നെ മുന്നോട്ട് പോകാൻ അയച്ചില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് 10-ലധികം പിന്നെ കരാറുകൾ അവർ ഒപ്പുവെക്കേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ മക്ക കീഴടക്കം വന്നതല്ല. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ സമ്മതിച്ചില്ല. കാരണം മക്ക അവിടെ കയ്യിലാണ്. അപ്പം അധികാരം ആർക്കാണ്? മുശ്രിക്കീങ്ങൾക്കാണ്. അപ്പം അധികാരം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല, അധികാരം എന്ന് പറഞ്ഞാൽ അധികാരം തന്നെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കരാർ. ഒരു വിഷയം എന്താ പറയുക, മക്കയിൽ നിന്ന് ഒരാൾ മുസ്ലിം ആയിക്കൊണ്ട് മദീനയിലേക്ക് എത്തിയാൽ അവനെന്ത് ചെയ്യണം? തിരിച്ചയക്കണം, മദീനത്ത് നിർത്താൻ പാടില്ല. മക്കയിൽ നിന്ന് ഒരാൾ മുസ്ലിം ആയിക്കൊണ്ട് മദീനയിലേക്ക് വന്നാൽ അവനെന്ത് ചെയ്യണം? മദീനയിൽ താമസിപ്പിക്കാൻ പാടില്ല, മക്കയിലേക്ക് തിരിച്ച് അയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്നാലോ ഓന് തിരിച്ചയക്കൂല, ഓനവിടെ തന്നെ നിൽക്കട്ടെ. രണ്ടാമത്, ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, അടുത്ത വർഷം എന്ത് ചെയ്യണം? ഉംറ ചെയ്യാൻ വേണ്ടി വരണം. അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഒരുപാട് എതിർപ്പ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ സംഭവിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിരി ഉള്ള നമ്മൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് നബി നമ്മൾ ഇങ്ങനെ ഒരു ദില്ലത്ത്, എന്തിനാണ് നമ്മൾ മുശ്രിക്കിന് മുന്നിൽ താന്നൊടുക്കണം, നമുക്കല്ലേ ഇസ്സത്ത്? ആർക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പറൊക്കെ സമ്മതിച്ചു കൊടുത്ത നബി. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലല്ലേ നബി, ഇവൻ എന്തിനാണ് നമുക്ക് ഇതില്ലത്ത്? ഉമറിനോട് നബി ഒന്നും മറുപടി അറിഞ്ഞില്ല. കാരണം അപ്പം മറുപടി അറിഞ്ഞപ്പോൾ ഉമർ ആ റേഞ്ചിലുള്ള അതുകൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ചെയ്താൽ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി കരാർ എഴുതാണ്. അലി ഇബ്നു അബീ താലിബ് എഴുതണത്. അപ്പുറത്ത് തുഫൈൽ ഇബ്നു അംറാണ്, മക്കത്ത് മുശ്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന് തുഫൈൽ ഇബ്നു അംറാണ്. അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടോ. തുഫൈൽ അംറ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമാനാണ്. അലി ഇബ്നു അബീ താലിബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയപ്പോൾ പറഞ്ഞു, റഹ്മാൻ റഹീം വിട്ടുകയറണം, റഹ്മാൻ റഹീം വിട്ടുകയറണം. എന്താ വെച്ച് അള്ളാഹു ഒന്നുണ്ട് എന്ന് പറയും, പിന്നെ റഹ്മാൻ റഹീം 3 അള്ളാഹ് ഉണ്ട്, എനിക്ക് പറ്റില്ല. ബിസ്മില്ല എഴുതിയാൽ മതി, റഹ്മാൻ റഹീം ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പം നബി അത് അല്ലാന്ന് മയക്കാൻ പറഞ്ഞു, റഹ്മാൻ റഹീം മയക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ മയക്കില്ല. നബി വായിച്ചു റഹ്മാൻ റഹീം. അടുത്തത് മിൻ മുഹമ്മദുൻ റസൂലില്ല എന്ന് പറഞ്ഞു. ധാരാ കരാർ ഒപ്പിടുന്ന ആളാരാ? മുഹമ്മദ് റസൂൽ. അപ്പോൾ തുഫൈൽ വെച്ചു, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് ഞങ്ങൾ അംഗീകരിച്ചപ്പോൾ നമുക്ക് തർക്കമില്ലല്ലോ, മുഹമ്മദ് മതി റസൂൽ എന്ന് വെട്ടുകാരൻ. ആലോചിച്ചു. അതാണ് തുഫൈൽ ബിൻ അംർ എന്ന് പറഞ്ഞാൽ അന്ന് മുശ്രിക്കാണ്. മുഹമ്മദ് മതി, മുഹമ്മദ് അബ്ദില്ല എന്ന് എഴുതിക്കോ, റസൂൽ എന്ന് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഈ അള്ളാഹിൻ്റെ റസൂലിനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തർക്കമില്ലല്ലോ, അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞാൻ വായിക്കില്ല.
നബി വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ സഹാബത്തിന് എന്ത് ചെയ്തു? ഒന്ന് നമ്മൾ മറ്റേ തോറ്റെടുത്തു അവിടെ, പിന്നെ ഇതും കൂടി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചപ്പോഴാണ് സഹാബത്തിന് എന്ത് ചെയ്തത്? അങ്ങനെ അവർ ഉംറയ്ക്ക് വേണ്ടി, ഉംറ ചെയ്യാൻ വേണ്ടി അവർ മൃഗങ്ങളെ അറുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് വെച്ചാൽ, ശരിക്ക് ഉംറക്കും അറവുണ്ട്, ഉംറയിൽ എന്തുണ്ട്? അറവുണ്ട്. പക്ഷേ അത് നിർബന്ധമായത് ഒരു സുന്നത്തായ കാര്യം മാത്രമാണ്. പക്ഷേ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഹുദൈബിയ സന്ധിയിലേക്ക് ഉംറക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിനെ കൊണ്ടുവന്നിരുന്നു, അറവ് മൃഗത്തെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഉംറയിൽ അറവ്. പക്ഷെ ഇന്നെന്താ വെച്ചാൽ ആ ഉംറൻ്റെ അറവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഉരുവിനെ നടത്തി കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾക്കാണ് ഒരു സുന്നത്തുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടപ്പോൾ സുന്നത്തില്ല. നമുക്ക് ഇവിടുന്ന് പോത്തിനെ കൊണ്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ആടിനെ ഉണ്ടാക്കിയിട്ടില്ല. അത് മക്കയുടെ പരിസരത്തിൽ നിന്ന് ആ ഉരുവിനെ നടത്തി കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾക്ക് എന്തുണ്ട്? ഉംറക്ക് വരുമ്പോൾ ഉരുവിനെ കൊണ്ടുവരാൻ സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസം എന്ത് ചെയ്തത്? അവരുടെ പോയിന്റ് മനസ്സിലായത്. അതുകൊണ്ട് വിശ്വാസം ഉരുവിനെ കൊണ്ടുവന്നു. അപ്പോൾ പ്രവാചക വിശ്വാസം പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇതിനെ അറുത്തിട്ട് മുടി കളഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പറഞ്ഞു, എല്ലാവരും മുടി കളയണം, ഉരുവിനെ അറക്കണം എന്ന് പറഞ്ഞു. ഒറ്റ കുട്ടി അനങ്ങണില്ല, ഒരു കുട്ടി അനങ്ങണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന സഹാബത്താണത്. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മുടി അറുക്കണം, ഉരുവിനെ അറക്കണം. ഒരു കുട്ടി ഉണ്ടല്ല, എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും പറഞ്ഞു, ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് സംഭവം പന്തിയല്ല തോന്നി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ഓലെ മുമ്പ് പോയിട്ട് ആദ്യം മുടി കളയാം, നിങ്ങൾ ഉരുവിനടുത്തോ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ നബി ചെയ്തു. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? നബി ചെയ്തപ്പോൾ എല്ലാവരോടും ചെയ്തു. അപ്പോൾ ഇതാണ് ഹുദൈബിയ സന്ധി. അങ്ങനെ അവർ തിരിച്ചു പോയി. ശരിക്കും ഹുദൈബിയ സന്ധിയാണ് പിന്നീട് 10 വർഷക്കാലം അങ്ങോട്ട് കൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാ. 10 വർഷക്കാലം അങ്ങോട്ട് കൊണ്ട് യുദ്ധം ചെയ്തു. ആ ചാൻസ് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? നല്ലോണം മുതലാക്കി. എങ്ങനെ മുതലാക്കി? എന്ത് ചെയ്താലും കച്ചറുണ്ടാവില്ലല്ലോ, ഇഷ്ടം പോലെ ദേവത്തെടുത്തി, എല്ലാ നാട്ടിലും ദേവത്തെടുത്തി. കരം ചെയ്യാൻ പാടില്ല, ദേവത്തെടുത്തിയാൽ എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം നടക്കില്ലല്ലോ, കരാറുണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഇസ്ലാമിക പ്രബോധനത്തെ എപ്പോഴും വേണ്ട സമാധാനമാണ്. വെട്ടിന് വെട്ട്, തലക്ക് തല, പല്ലിന് പല്ല് എന്നുള്ളത്. അതുകൊണ്ട് ദേവത്തെടുക്കില്ല. ദേവത്തെടുക്കണം എന്ത് വേണം? നാട്ടിൽ സമാധാനം വേണം. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം മക്കത്തും പ്ലസ് ഇവിടെ ഹിജ്റ 6-ലാണ്. 13 വേറെ എത്ര? ഏകദേശം 19 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി ആ ഇസ്ലാമിലേക്ക് വന്ന ആളുകളെക്കാൾ ഇരട്ടിയാണ് ഈ 2-3 കൊല്ലം കൊണ്ട് കിട്ടിയ ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ സുഖസുന്ദരമായി ഒരാൾ പേടിക്കാതെ എന്ത് ചെയ്തു? ദഅവത്ത് നടത്താനുള്ള അവസരം കിട്ടി. അതാണ് ഹുദൈബിയ. അതാണ് പോലെ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞത്. ഇവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകൾ തടയുന്നവർ. അത് വലിയ തെറ്റാണ്. ആളുകൾ ഒരിക്കലും പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാം തടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള മുശ്രിക്കീങ്ങൾക്കും അവർക്ക് എന്തുണ്ട്? അതാണ് അൽ മസ്ജിദുൽ ഹറാം. ഇനി മസ്ജിദുൽ ഹറാമിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് വെച്ചാൽ അല്ലദീ ജഅൽനാഹു ലിന്നാസ്, ഈ മസ്ജിദുൽ ഹറാം ആർക്കുള്ള? ജനങ്ങൾക്കുള്ളതാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നാസ് എന്ന് പറയുന്നത് കൊണ്ട് മുസ്ലിമുകളുടെ ഉദ്ദേശം. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസ്. ലിന്നാസ് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഉണ്ട് കേട്ടോ. മുസ്ലിമീങ്ങളായിട്ടുള്ള എല്ലാവർക്കും പിന്നെ ഉള്ളതാണെന്ത്? മസ്ജിദുൽ ഹറാം. അതുകൊണ്ടാണ് അവിടെ ആണുങ്ങളും വരുന്നുണ്ട്, പെണ്ണുങ്ങളും വരുന്നുണ്ട്. ആ കാലത്തുണ്ട്, ഈ കാലത്തുണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. മാത്രമല്ലത് എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലും മസ്ജിദ് ഖുബൈലാണെങ്കിൽ എല്ലായിടത്തും ആണുങ്ങൾ വരുന്നുണ്ട്, പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക്, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉള്ളതാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നവർ. ഇതിലെന്ന് പറയാണ്, ഈ മസ്ജിദുൽ ഹറാമിന് ഒരു പ്രത്യേകത ഉണ്ട്. സവാഅൻ അൽ ആകിഫു ഫീഹി വൽ ബാദ്. ഇപ്പം നമ്മളെ പള്ളിക്കലൊക്കെ എന്താ വെച്ചാൽ കമ്മിറ്റിക്കൊക്കെ അധികാരം. നിസ്കരിച്ചാൽ വേണ്ടാൻ പാടില്ല, അഥവാ നിസ്കരിച്ച് ഞാൻ അപ്പം AC ഓഫ് ആക്കണം, അഥവാ ഫേട്ടുണ്ടെങ്കിൽ ഓനങ്ങ് നോക്കും. കമ്മിറ്റിക്കൊക്കെ അധികാരം. ഈ അള്ളാഹ് പറയണം മസ്ജിദുൽ ഹറാമിൽ അങ്ങല്ല. സവാഅൻ അൽ ആകിഫു ഫീഹി വൽ ബാദ്. മസ്ജിദുൽ ഹറാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
അവിടെ താമസമാക്കുന്നവർക്കും വേറെ നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഒരേ അവകാശമാണ് മസ്ജിദുൽ ഹറാമുള്ളത്. ഞാൻ മക്കക്കാരനാണ്, ഇജ്ജ് മുക്കക്കാരനല്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ല. അവിടെ ഇന്ത്യക്കാരനാണെങ്കിലും ആഫ്രിക്കക്കാരനാണെങ്കിലും മക്കക്കാരനാണെങ്കിലും മദീനക്കാരനാണെങ്കിലും ഒരേ സ്ഥാനമാണ്. ഇവിടെ മസ്ജിദുൽ ഹറാമിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഫുഖഹാക്കളൊക്കെ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ താമസക്കാരായ ആളുകൾക്കും അതല്ലെങ്കിൽ ആ പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും മസ്ജിദുൽ ഹറാമുൽ ഒരുപോലെയാണ്. ഈ മസ്ജിദുൽ ഹറാമ് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് രീതി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹറം മൊത്തം മസ്ജിദുൽ ഹറാമിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഹറം മൊത്തം, മസ്ജിദുൽ ഹറാം അല്ല, മസ്ജിദുൽ ഹറാം പള്ളി മാത്രം, പള്ളി മാത്രമല്ല, മസ്ജിദുൽ ഹറാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹറം മൊത്തമാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം ഈ ഹറമിന് മൊത്തം എന്തുണ്ട്? പവിത്രത ഉണ്ടല്ലോ. കൊല്ലാൻ പാടില്ല, എന്താ പറയുക, വീണ് കിടക്കുന്ന സാധനം എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ മരം മുറിക്കാൻ പാടില്ല. ഇതൊക്കെ മസ്ജിദുൽ ഹറാമിന് മാത്രമല്ല, ഹറമിന് മൊത്തം ഉണ്ട്. ഇപ്പം ശൈഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായം എന്താ വെച്ചാൽ ഈ അഭിപ്രായം, ഏത് മസ്ജിദുൽ ഹറാം എന്നത് ഈ ഹറം മൊത്തം ഉണ്ട്. അതുകൊണ്ടാണ് ചില സൗദികളൊക്കെ എന്താ വെച്ചാൽ അത് ഹറം മക്ക മൊത്തമല്ല, ഹറം ഉണ്ട്, മക്കൻ്റെ ഭാഗത്ത് തന്നെ ഹറം. അതുകൊണ്ടാണ് ചില ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഹറമിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാലും മസ്ജിദുൽ ഹറാം നിസ്കരിച്ച കൂലി കിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ സൂക്ഷ്മമായ അഭിപ്രായം അല്ലാഹു അലം ഇബ്നു ഉസൈമീനൊക്കെ പറഞ്ഞു വെച്ചാൽ അത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ മസ്ജിദുൽ ഹറാമിന് പ്രത്യേകത ഇല്ല, അതിന് ഹറമിനെ പ്രത്യേകത ഉണ്ട്. മസ്ജിദുൽ ഹറാമിനും കഅബക്കും പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ മസ്ജിദുൽ ഹറാമിൻ്റെ ബൗണ്ടറി എത്രയാണോ ഉള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ശബ്ദം കേൾക്കുന്ന പരിധി എത്രയാണോ അതാണ് മസ്ജിദുൽ ഹറാം. അപ്പോൾ ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്ന ആളുകൾക്ക് അത് ആ നാട്ടുകാരനാണെങ്കിലും അല്ലെങ്കിലും അവിടെ തുല്യ അവകാശമാണ്. അങ്ങനെയുള്ള ആളുകൾ അപ്പം മക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൽക്കതിലെന്തില്ല. അതിവിടെ പറയാൻ കാരണം വെച്ചാൽ ഇത് ഞങ്ങളുടെ സ്വത്താണെന്ന് വിചാരിച്ചിട്ടാണ് മക്കാർ ആളുകൾ തടയണത്. എന്തുകൊണ്ടാണ് മുശ്രിക്കീൻ റസൂലുള്ളാഹിനെ തടഞ്ഞത്? ഇത് ഞങ്ങളുടെ അധികാരമാണ്. അപ്പം അല്ലാഹു പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് അധികാരമില്ല, ആർക്കും അധികാരമില്ല, അതുകൊണ്ട് തടയാൻ എന്തില്ല, പറ്റൂല എന്നാ പറഞ്ഞു. ഇനി അതുകൊണ്ടാണ് ഈ ഹദീസിന് വിശാലമായ അർത്ഥത്തിൽ എടുത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആദ്യ കാലഘട്ടത്തിലോ മക്കയിലെ ഹറമിൽ താമസിച്ച വീടുകളുണ്ടല്ലോ, ഹറമിലെ വീടുകൾ, ഈ ഹറമിലെ വീടുകൾക്കൊന്നും വാതിലുണ്ടായിരുന്നില്ല. കാരണം ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് മക്കക്കുള്ളിൽ ഏത് വീട്ടിലും എന്ത് ചെയ്യാം, താമസിക്കാമായിരുന്നു. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അവിടെ എന്താണ് സവാഅൻ അൽ ആകിഫ് ഫീഹി വൽ ബാദ്, അവിടെ വരുന്ന ആളുകൾക്കും താമസക്കാർക്കും ഒരേ അവകാശമാണ്. അപ്പോൾ ഹറമിൻ്റെ ഉള്ളിൽ താമസമുണ്ടോ അത് എൻ്റെ വീടാന്ന് പറയാൻ പറ്റൂല എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ ഇസ്ലാമികമായിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, രാജ്യങ്ങളിലേക്ക് വികസിച്ചു. ഇസ്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിന് വികാസം ഉണ്ടായി. ഈ വികാസം ഉണ്ടായ സന്ദർഭത്തിൽ കുറച്ചൊക്കെ ഈമാൻ കുറഞ്ഞ ആൾക്കാരും അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്താ പറയുക അങ്ങനെ പേരിനൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഭരണം നല്ലതാണെങ്കിലും ആളുകൾ കുറച്ചൊക്കെ കളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു സാധനം കളവ് പോയി. അപ്പോൾ ആ വീട്ടുകാരെന്ത് വെച്ചാൽ ഒരു വാതിലുണ്ടാക്കി, മക്കയിൽ വീട്ടിൽ വാതിലുണ്ടാക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാണ് വാതിലുണ്ടാക്കിയത്? അത് ഹറമിൻ്റെ ഉള്ളിൽ വീടല്ലേ, അതുകൊണ്ട് ഹാജിമാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും താമസിക്കാനുള്ള അധികാരം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി അമീറുൽ മുഅ്മിനീൻ എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്, ഹജ്ജിനൊക്കെ വരുന്ന ആളുകൾ പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞത് അംഗീകരിച്ചു. അങ്ങനെയാണ് ഹറമിൻ്റെ വീടുകൾക്കുള്ളിൽ എന്ത് ചെയ്തത്, ഈ എന്ത് പറഞ്ഞത്, ഡോർ വന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതേസമയത്ത് മറ്റു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൻ്റെതായ സംരക്ഷണം. അതുകൊണ്ടാണ് വിശ്വാസം മക്ക ഫത്ഹിൻ്റെ അന്ന് അബൂ സുഫിയാൻ്റെ വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സംരക്ഷിതനാണ്, അവൻ സുരക്ഷിതനാണെന്ന് വിശ്വാസം പറഞ്ഞല്ലോ.
അബൂ സുഫിയാൻ്റെ വീട് റസൂലുള്ളാഹി സുരക്ഷിത സ്ഥാനമായി ഒരുക്കി കൊടുത്തിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താ വെച്ചാൽ ഹറമിന് മഹത്വമുണ്ട്, ഹറമിന് പവിത്രത ഉണ്ട്. ആ ഹറമിൻ്റെ ഉള്ളിൽ തെറ്റ് ചെയ്താൽ, അതാണ് അടുത്ത പേര്, ഒമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ, ഈ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും തെറ്റ് ചെയ്താൽ, ഇൽഹാദ് ഈ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ഇൽഹാദ് ഉദ്ദേശിക്കുകയാണ്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാകാം, തെറ്റുകളാകാം, തോന്നിവാസങ്ങളാകാം, എന്തുമാകാം. അപ്പൊ ഈ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ദുൽമ ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വളരെ വേദനാജനകമായ ശിക്ഷ നാം അവർക്ക് അനുഭവിപ്പിക്കുന്നതാണ്. ഇതുപോലെ ശരിക്കും മനസ്സിലാക്കണം. അപ്പം ഈ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കണം. വെച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ദുൽമും ഒരാൾക്കുണ്ടാകാൻ പാടില്ല. അത് ഹജ്ജിലാണെങ്കിലും ഉംറയിലാണെങ്കിലും. കാരണം ഹറമിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് കൂലിയേറുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ തിന്മകൾക്ക് എന്തുണ്ട്? ശിക്ഷ കൂടുതലുണ്ട്. ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കളവ് പറയുന്നതും ഹറമിൻ്റെ പുറത്തുനിന്ന് ഒരാൾ കളവ് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹറമിൻ്റെ ഉള്ളിൽ നിന്നൊരാൾ കളവ് പറയുന്നതും കളവ് നടത്തുന്നതും കളവ് ചെയ്യുന്നതും ഒക്കെ ഹറമിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതിന് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഈ തവാഫിൻ്റെ സന്ദർഭത്തിലൊക്കെ ചില ആൾക്കാർ ഹജറുൽ അസ്വദൊക്കെ മുത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മറ്റുള്ളവർക്ക് ചവിട്ടി കുത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പം ഞാൻ അള്ളാഹിനെ തൗഫീഖ് കൊണ്ട് 5-6 പേര്, പക്ഷെ ഇതുവരെ ഹജറുൽ അസ്വദ് ഞാൻ മുത്താൻ പോയിട്ടില്ല. അത് മുത്ത പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഖൗല നമുക്ക് ഇപ്പോൾ ഓർമ്മ വരാം. നീ ഹജറുൽ അസ്വദിനെ നീ മുത്തുന്നതിനേക്കാൾ മുത്തുന്നത് നീ ഒരു വിശ്വാസിയെ ഉപദ്രവിച്ചുകൊണ്ടാണെങ്കിൽ നിനക്ക് എന്ത് കാര്യമുള്ളത്? കാരണം ഈ ഹജറുൽ അസ്വദിനേക്കാളും കഅബയേക്കാളും പവിത്രത ആർക്കുണ്ട്? ഒരു മുഅ്മിനുണ്ട്. മനസ്സിലായത്? നീ മുത്താൻ പോകുന്ന ഹജറുൽ അസ്വദിനേക്കാളും കഅബയേക്കാളും പവിത്രത ആർക്കുണ്ട്? ഈ മുഅ്മിനുണ്ട്. നീ ഉന്തി കുത്തറ മുഅ്മിനുണ്ടല്ലോ, ഈ മുഅ്മിനാണ് കഅബയേക്കാൾ മഹത്വമുള്ളവൻ. അപ്പം ഇനി ഓനെ ഉപദ്രവിച്ചിട്ട് നീ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് തിരക്കില്ലാത്തപ്പോൾ മുത്താൻ കിട്ടിയ മുത്ത. അപ്പോൾ പറഞ്ഞാൽ അവിടെ നമ്മൾ അതിന് പ്രത്യേക CID പോലീസും ഉണ്ട്. നമ്മൾ ഈ ക്യാബിൻ്റെ തൊട്ടടുത്ത് തവാഫ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ മൊബൈൽ പിടിച്ച് തവാഫ് ചെയ്യില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ മൊബൈൽ പിടിക്കുന്നവരെല്ലാവരും മൊബൈൽ മാത്രം പിടിക്കില്ല, അത് CIDമാരുണ്ട് അവിടെ. അത് നല്ലോണം മനസ്സിലാക്കിക്കോളി. അത് ഹറമിൻ്റെ തൊട്ടടുത്ത് ഒരു ജയിലുണ്ട്. ഈ ജയിൽ ഹറം കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ജയിലാണ്. ഹറമിൻ്റെ കേസുകൾ മാത്രം കൈകാര്യം, നേരെ ജയിലിൽ പോകും. പിന്നെ ഉണ്ടാവും, അത് ഹറമിൻ്റെ ഉള്ളിൽ നിന്ന്. അവിടെ എന്താ വെച്ചാൽ ഇഖ്തിലാത്ത് ഉണ്ടല്ലോ, ആണും പെണ്ണും ഒരുമിച്ചാണ് തവാഫ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല മുത്തഖീങ്ങളൊന്നും ആളോട് വരുന്നവരുണ്ടാകുക. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം. അതുകൊണ്ട് സൗദി ഗവൺമെൻറ് അൽഹംദുലില്ലാഹ് ആ വിഷയത്തിൽ നല്ല ജാഗ്രത ഉണ്ട്. പ്രത്യേകിച്ച് മത്താഫിൽ നിറയെ CIDമാരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും ഒരാളെ ഉപദ്രവിച്ചാൽ ഒന്ന് നമുക്ക് കുറ്റം കിട്ടുക മാത്രമല്ല, സൗദി ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യും? പിടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് അത് പറയുന്നത്, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ. ഈ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരാൾ ദുൽമ ഉദ്ദേശിച്ചാൽ, ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹറമിൻ്റെ മത്താഫെന്ന് പോക്കറ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? എന്താ അവസ്ഥ? അള്ളാഹിൻ്റെ ഭൂമിയിൽ ഏറ്റവും പവിത്രതയുള്ള സ്ഥലമാണ്. അള്ളാഹിൻ്റെ ഭൂമിയിൽ ഏറ്റവും പവിത്രമുള്ള സ്ഥലമാണ് ഹറം. ആ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് പോക്കറ്റ് അടിക്കുന്ന ആൾക്കാർ എന്താ? ആഫ്രിക്കയിലൊക്കെ ഇബ്നാദമല്ലേ? നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഓൻ്റെ ഒരു ഈമാൻ്റെ, ഓൻ്റെ കൽബിൻ്റെ ഒരു കടുകട്ടി എത്രയും കാരണം. അപ്പം നമ്മളെന്താ വെച്ചാൽ എല്ലാവരും നല്ല മുത്തഖീനെ നിരച്ചൊന്നും നമ്മളൊക്കെ പോകാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സുരക്ഷിതത്വം നമ്മളെ കൊണ്ടൊരു എന്ത് ചെയ്യാൻ പാടില്ല. അപ്പം ഹറമിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ നമ്മൾ ഹറമിൻ്റെ ഉള്ളിലാണ് എന്ന ബോധം എന്തുണ്ടാവണം? നമുക്കുണ്ടാവണം. അപ്പം നമ്മൾ കാണുന്നതും ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ഇതായി. അവിടെ ഒരു തോന്നിവാസം കണ്ടാൽ, ഒരു തോന്നിവാസം ചെയ്താൽ നുദിഖു മിൻ അദാബിൻ അലീം, നല്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കരട്ടി. ആ ഹറമിനുള്ളിൽ നന്മ ചെയ്താൽ ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
ഒരു നിസ്കാരം അവിടെ ഹറമിലുള്ള നിസ്കരിച്ചാൽ 1,00,000 കൂലിയാണ്. ലോകത്ത് എവിടെയില്ലാത്ത കൂലിയാണ്. 1,00,000 എന്ന് പറഞ്ഞ കൂലി എന്ന് പറഞ്ഞാൽ അയാൾ 80 വർഷക്കാലം നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ കൂലി ഉണ്ടാവും, ഒറ്റ നിസ്കാരം കൊണ്ട്. അത്രയും കൂലി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, അവിടെ ദുൽമ ചെയ്താൽ അത്രയും ശിക്ഷ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹറമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പവിത്രതകളൊക്കെ ഇപ്പം എന്നോട് ഒരാൾ ചോദിച്ചത് അസറിന്, പിന്നെ നമ്മൾ ഇപ്പം മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഹറാമിൻ്റെ ഡ്രസ്സ് പോലെ മാത്രമേ ഇറക്കുള്ളൂ ഇപ്പോൾ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ തവാഫ് ചെയ്യും, ഉംറയൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ എനിക്ക് തവാഫ് ചെയ്യണമെന്ന് തോന്നിയാൽ പിന്നെ ഞാൻ ഹറാമിൻ്റെ ഡ്രസ്സ് ഇട്ട് വരാൻ പറ്റുമോ? അപ്പം ഞാൻ അങ്ങനെ എല്ലാവരും ചെയ്താൽ എന്താ ഉണ്ടാകുക? എല്ലാ പുരുഷന്മാരും ഇഹ്റാമിൻ്റെ ഡ്രസ്സാണ് ഇട്ട് വന്നാൽ എന്താ ഉണ്ടാകുക? അപ്പം എന്തിനാണ് ഇപ്പം നമ്മളൊക്കെ ആദ്യ കാലത്ത് പോയിന കാലത്തൊക്കെ നമ്മൾ ഓരോ നിസ്കാരം തവാഫ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ നിർത്തിച്ച്? ആ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രയാസമില്ലാതിരിക്കാനും, പണ്ടത്തേക്കാൾ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ആളുകൾ ഇഷ്ടംപോലെ തവാഫിന് ഹജ്ജിന് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രയാസമില്ലാതിരിക്കാനാണ് മത്താഫിലേക്ക് താഴത്തേക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സില്ലാത്ത ആളുകൾക്ക് ഇറക്കാത്തത്. അപ്പം നമ്മളവിടെ പിന്നെ ഒന്ന് റൂമിൽ നിന്ന് ഈ ഉദ്ദേശത്തിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ചതി ചെയ്യണം. ആരെ ചതിക്കണം? ഈ സംവിധാനം കൊണ്ട് നടക്കുന്ന ഇസ്ലാമിക് ഗവൺമെൻറ്റിനെ ചതിക്കണം അല്ലേ? രണ്ടാമത് അവിടെ മുഅ്മിനീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അപ്പം നമ്മളെ നിയമം ലംഘിച്ച് മുഅ്മിനീങ്ങൾക്ക് എന്ത് ചെയ്യാണ്? അപ്പം നമ്മളെ ചെയ്യുന്ന തവാഫ് പോലും ചിലപ്പോൾ എന്താവില്ല, ശരിയാകാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ആ ഹറമിൻ്റെ പവിത്രത നമ്മൾ നല്ലോണം കാത്തു സൂക്ഷിക്കുകയും അവിടെ ഒരു തെറ്റുകളും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അവിടെ പോയി കഴിഞ്ഞാൽ ഹറമിൽ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിൽ ഉംറ ചെയ്ത ഹജ്ജ് ചെയ്ത ആളുകളുണ്ടാവും, എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. കാരണം മുസ്ലിമിൻ്റെ വലിയ ലക്ഷ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചില താത്താരൊക്കെ പറയും എനിക്കിപ്പോൾ വലിയ ലക്ഷ്യം അജ്മീറിൽ ഒന്ന് പോകണമെന്നതിന്, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. അജ്മീറും മാവൂരും ഏർവാടിയും നാഗൂരും മുത്തുപ്പേട്ടയൊന്നും നമ്മുടെ ലക്ഷ്യങ്ങളെ അല്ല. അവിടേക്ക് പോകാനും പാടില്ല. നമ്മുടെ ലക്ഷ്യം കാബയാണ്. കാരണം നമ്മൾ 5 നേരത്തെ നമസ്കരിക്കുന്ന ആ കാബ നേരിൽ കാണാനും അവിടെ 2 റക്അത്ത് നമസ്കരിക്കാനും പിന്നെ മഖാം ഇബ്രാഹിമിൻ്റെ ബേക്ക് 2 റക്അത്ത്, ഇതൊക്കെയാണ് മുസ്ലിമിൻ്റെ ലക്ഷ്യം ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ അള്ളാഹിനോട് ഇപ്പം നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട്, എനിക്ക് കാബാലയത്തിലേക്കൊന്ന് പോകണം, അവിടെ പോയി ഹജ്ജ് ഉംറയും നിർവഹിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇഖ്ലാസോടുകൂടി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ് പൂർത്തീകരിച്ചു തരും. അതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. രേഖ ഒന്നുമില്ലാതെ അന്ന് പ്രശ്നമില്ലല്ലോ, അന്ന് നിയമങ്ങളില്ലല്ലോ. പണ്ടൊക്കെ ആളുകൾ ചെയ്തിരുന്നു, ഇപ്പോൾ സ്ട്രിക്റ്റാണ്. ഹജ്ജ് സ്വീകരിക്കപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെന്താ വെച്ചാൽ, നിങ്ങളെ പായം തട്ടിപ്പറിച്ച് കണ്ട് ഞാൻ നിസ്കരിച്ചാൽ എൻ്റെ നിസ്കാരം സ്വീകരിക്കും, പക്ഷെ ആ തട്ടിപ്പറിച്ച എന്താണ്? ഹറാമാണ്. മനസ്സിലല്ലേ? അതായത് ഇപ്പം നിങ്ങളെ പിന്നെ എൻ്റെ തോന്നുണ്ടാക്കാൻ നിങ്ങളെ പൈസ കട്ടെടുത്ത് കണ്ട് ഞാൻ വെള്ളം വാങ്ങിക്കാണ്ട് ഒതിർത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും, പക്ഷെ നിങ്ങളെ പൈസ കട്ടെടുത്ത് ഹറാം അവിടെ ഉണ്ടാവും. മനസ്സിലല്ലേ? ഇപ്പം ഈ മഹറമില്ലാതൊക്കെ ഹജ്ജിനും പുറക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഹജ്ജും ചിലപ്പോൾ ശരിയാവും, പക്ഷെ മഹറമില്ലാതെ യാത്ര എന്താണ്? തെറ്റാണ്. ശരി, അപ്പം നമ്മൾ മനസ്സിലാക്കുക. അപ്പം പറഞ്ഞു വെച്ചാൽ പിന്നെ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പവിത്രതയും ഒക്കെ കാത്തു സൂക്ഷിക്കണം. പിന്നെ എന്ന് വെച്ചാൽ അവിടെ ഹറം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ 5 വക്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക. അതാണ് പങ്കെടുക്കുക, പെണ്ണും പങ്കെടുക്കുക. എങ്ങനെ? തവാഫ് നമുക്ക് പുണ്യമുണ്ട്, പക്ഷേ മുകളിലൂടെ തവാഫ് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് തവാഫ് ചെയ്യട്ടോ. അതായത് ഇഹ്റാമിൻ്റെ ഡ്രസ്സുള്ളവർക്ക് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ അവസരമുള്ളൂ. അല്ലാത്തവർക്ക് എന്താ വെച്ചാൽ റൂമിൽ നിന്ന് വരെ നിസ്കാരം കഴിഞ്ഞാൽ തവാഫ് ചെയ്യാം, പക്ഷേ നമ്മൾ മുകളിൽ കൂടെ ചെയ്യേണ്ടി വരും. മുകളിൽ കൂടെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നല്ല സമയമെടുക്കും, നല്ലോണം നടക്കേണ്ടി വരും. പിന്നെ സാധാരണ അവിടെ മുൻഗാമികളെ ചെയ്തിരുന്നത് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് തവാഫ് ചെയ്യും. മസ്ജിദുൽ ഹറാമിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമസ്കാരം ജമാഅത്തെ നിർവഹിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, പള്ളിയിൽ കഴിച്ചു കൂട്ടുക. പള്ളിയിൽ എന്ത് ചെയ്യുക? കഴിച്ചു കൂട്ടുക. അത് ആണിന് പെണ്ണു. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ഉംറക്കൊക്കെ കൊണ്ടാണ് ആളുകൾ പിന്നെ എന്താ പറയുക, ഹറമിൻ്റെ തൊട്ടടുത്തൊക്കെ പറിച്ച് ബാങ്ക് കൊടുത്താൽ അങ്ങനെ നേരെ നോക്കണോട്ടോ, പള്ളിയിൽ പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല. ആര് ഇവിടെ അന്ന് പറഞ്ഞാൽ എന്താ? ജഅൽനാഹു ലിന്നാസ്. അവിടെ ആണുണ്ട്. ജഅൽനാഹു ലിരിജാൽ എന്നുണ്ടോ?
പുരുഷന്മാർക്ക് അന്നാസാർ മുഅ്മിനീങ്ങളാണ്, ആണും പെണ്ണും പെട്ട്. ആലോചിച്ചോക്കി, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ പൂക്കൂട്ടി പള്ളിയുണ്ട്, ആണുങ്ങൾ കയറുന്നോട് തന്നെ പെണ്ണുങ്ങളാവും. അതുകൊണ്ടല്ലേ പെണ്ണുങ്ങൾ എന്നുള്ള അവിടെ ഞാനുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പള്ളി പോകൽ ആദ്യം ഹറാമേനി. ഇപ്പം എന്താ വെച്ചാൽ യാത്രക്കാരികൾക്ക് പിന്നെ ആ പ്രത്യേക നിസ്കാര സ്ഥലം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പെണ്ണുങ്ങൾ വന്നിരുന്നു. പെണ്ണുങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അതാണ് ഇസ്ലാം കൊടുത്ത ഇളവാണ്. അത് മക്കത്തും അങ്ങനെ തന്നെ. ഒരാൾക്ക് വന്നില്ല, പക്ഷെ വന്നാൽ ഒരുപാട് പുണ്യം കിട്ടും. പ്രവാചകൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വന്നിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഹറമിൽ പോയി കഴിഞ്ഞാൽ അദബ് നമ്മൾ പാലിക്കണം. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഇതുണ്ടല്ലോ ഫോട്ടോ, ഹറമിലാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ തവാഫ് ചെയ്യുമ്പം പിന്നെ ഉമ്മാക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ലൈവ് കാണിച്ചു കൊടുക്കും. എന്താ പെണ്ണുങ്ങൾ വരുന്നത് തവാഫ് ചെയ്യാനാ? ഇതിങ്ങനെ ലൈവ് ഇടുക തവാഫ്. ആ തവാഫിൽ ഇവന് പറഞ്ഞത് ഓരോ കാൽവെപ്പിനും പുണ്യമുണ്ട്. ഓരോ കാല് തവാഫ് ചെയ്യുമ്പോൾ ഓരോ കാല് വെച്ച് ആ കാൽവെപ്പിന് പുണ്യമുണ്ട്. ഇതൊന്നും മനസ്സിൽ വിചാരിക്കണ്ടേ, ദിക്ർ ചെല്ലണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ അതിർപ്പം കണ്ട് ടൂറിസ്റ്റുകളെ പോലെ. അതാണ് 90% ആളുകളില്ല. മാഷാ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നവരെ ശ്രദ്ധിക്കുക. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തരും. കാരണം എന്താ വെച്ചാൽ ഇത് അവിടെ എത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ശരി, ഇത് കിട്ടുന്ന അവസരത്തിൽ പറഞ്ഞു കൊടുക്കാം. ഉംറക്കൊക്കെ പോയാൽ ഇത് വലിയ തൗഫീഖാണെന്ന് ഇപ്പോൾ പിന്നെ മനസ്സിലാക്കുക. കിട്ടിയ അവസരങ്ങൾ പള്ളിയിൽ കഴിച്ചു കൂട്ടുക, ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ നോക്കുക, അവിടെ ഇരുന്ന് ഖുർആനും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പിന്നെ അവിടുത്തെ പിന്നെ മയ്യിത്ത് നമസ്കാരങ്ങൾ പങ്കെടുക്കുക. ഹറമിലുണ്ടാകുമ്പോൾ 5 വക്ത് മയ്യിത്ത് നമസ്കാരം ഉണ്ടാവും, അതൊക്കെ പങ്കെടുക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവിടെ ഒരു ദുൽമ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, നമ്മുടെ വേദനാജനമായ ശിക്ഷ നാം അനുഭവിപ്പിക്കുന്നതാണ്. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലാഹുവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد. السلام عليكم. ശനിയാഴ്ച വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം CRE നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ, പിന്നെ ഹൈസ്കൂൾ തലം +2 ഒക്കെ കുട്ടികൾക്ക്. അതാ കുട്ടികൾ വിശദാക്കാൻ ശ്രദ്ധിക്കുക. 7 to 7:45